ഒരു ഫിനാൻസ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, എക്സാമിനേഷൻ പാസ്സോ ക്വാളിഫിക്കേഷൻ നേടുക. 2, സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കരിയർ ഉണ്ടാവുക. ഈ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നോളജ് ഉണ്ടാവണം. ഇപ്പോൾ ഫിനാൻസ് കോഴ്സ് ആണെങ്കിൽ അക്കൗണ്ടൻസിയിൽ, കോസ്റ്റിംഗിൽ, ടാക്സേഷൻ, ഓഡിറ്റിംഗ്, ലോ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഈ സബ്ജക്ട്സിൽ നമുക്ക് നല്ല അറിവുണ്ടാവുക. ഇപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സബ്ജക്ട്സിൽ ചിലതിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിരിക്കും, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള സബ്ജക്ട്സ് ഉണ്ടാവാം. മറ്റു ചില സബ്ജക്ട്സ് നമുക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഈ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കേണ്ട ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഈ എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ എബോവ് ആവറേജ് പെർഫോമൻസ് എല്ലാ സബ്ജക്റ്റിലും എൻഷുർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ക്വാളിഫിക്കേഷൻ നേടുന്നത്. രണ്ടാമതായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കരിയർ. സക്സസ്ഫുൾ ആയിട്ടൊരു കരിയറിന് വേണ്ടി ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, ഡെഫിനറ്റ്ലി സ്കിൽസും ഉണ്ടാവണം. ഈ സ്കിൽ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ച ഈ തിയറട്ടിക്കലി നേടിയ അറിവിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ നോളജ്. രണ്ടാമതായിട്ട് മറ്റു പല സോഫ്റ്റ് സ്കിൽസും ലൈക്ക് കമ്മ്യൂണിക്കേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, അനലിറ്റിക്കൽ സ്കിൽസ് ഒക്കെ, ഈ 2 കോമ്പിനേഷനും ഒരുപോലെ വർക്ക് ചെയ്യുമ്പോഴാണ് ക്വാളിഫിക്കേഷൻ നേടുന്നതിലും കരിയർ സക്സസ്ഫുൾ ആക്കുന്നതിലും ഒരാൾ വിജയിക്കുന്നത്.